അപ്പോൾ നമ്മുടെ കുട്ടി സ്പെഷ്യലായിട്ടുള്ള ബീൻ റാപ്പ് തയ്യാറാക്കിയാലോ? ഇതിന് നിങ്ങൾക്ക് ഏത് ബീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് രാജ്മയാണ് കേട്ടോ. അവിയുടെയും നന്ദുവിൻ്റെയും എൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തീർച്ചയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് രാജ്മ എടുത്തിട്ട് ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുക്കാവണം, അത് ശ്രദ്ധിക്കണം. ഒരു 4 വിസിലാണ് ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. പ്രഷറൊക്കെ മാറിയതിനു ശേഷം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലായാലും നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് ഈ ഒരു പരിവായിരിക്കണം കേട്ടോ. കുക്കായിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന രാജ്മ മാറ്റി വയ്ക്കാം. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഒരു കടായി അടുപ്പത്ത് വെക്കാം. അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് 1 സവാള വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ 6 അല്ലി വെളുത്തുള്ളി നല്ല നൈസാക്കി അരിയണം കേട്ടോ. പിന്നെ ഒരു 4 പച്ചമുളക്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ രാജ്മ വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് വാടുന്ന വരെ വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കാം. നമ്മൾ കോസ്റ്റയിൽ പോകുമ്പോൾ മിക്കത് ഓർഡർ ചെയ്യാറുള്ള സംഭവമാണ്. ഏകദേശം 99.9% ആ സെയിം ടേസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ പിള്ളേർക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടുന്ന ഐറ്റംസിൽ ഒന്നാണ് ഈ റാപ്പ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും ഈവൻ നമുക്ക് ഓഫീസിൽ പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന എളുപ്പത്തിലൊരു പരിപാടി. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇംപ്രവൈസേഷൻസ് ഒക്കെ ചെയ്യാം. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇന്ന് പക്ക പ്യുവറായിട്ട് രാജ്മ മാത്രം ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ക്യൂമിൻ പൗഡർ ആണ്. തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. 1/2 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, അതായത് ജീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവ് വല്ല താല്പര്യം ഇല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ പാപ്രിക്ക പൗഡർ ചേർത്താലും മതിയാകും. ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മുളകിന്റെ ആ പച്ചമണം മാറുന്ന വരെ 2 മിനിറ്റോളം ചെറിയ തീയിലൊന്ന് വഴറ്റിയെടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ നന്ദൂന്ന് റാപ്സ് തന്നെയാണ് കൊടുത്തു വിടുന്നത്. അവന് കയ്യിൽ ഒന്ന് ആവാണ്ട് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ റാപ്പാണെങ്കിൽ എളുപ്പമാണല്ലോ. ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ കൊടുത്തു വിടുന്ന ഒരാഴ്ചയിലേക്കുള്ള കുട്ടികളുടെ ഇത് ഓരോ ആഴ്ച വീതം ഞാൻ ചെയ്യാം. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളത് കാണിച്ചിട്ട് പിന്നെ അടുത്ത ആഴ്ച ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ചേർത്തിരിക്കുന്ന മുളക് പൊടിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ടൊമാറ്റോ ആണ്. ഞാനിവിടെ ടൊമാറ്റോ പ്യൂരിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ ടൊമാറ്റോ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്യുകയും ചെയ്തു. ടൊമാറ്റോ ഇല്ലാണ്ടായപ്പോൾ പിന്നെ ഞാൻ കാൻഡ് ടൊമാറ്റോയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ടൊമാറ്റോ എടുത്താൽ മതിയാകും. അപ്പോൾ ഒരു 2 വലിയ ടൊമാറ്റോ ഒന്ന് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാൻഡ് ടൊമാറ്റോ നമുക്ക് ഉപയോഗിക്കാം. അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഈ തക്കാളിയുടെയൊക്കെ ഒരു റോ ടേസ്റ്റ് മാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒഴിക്കുമ്പോൾ ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഒറിഗാനോ ആണ്. അപ്പം നിങ്ങളുടെ അടുത്ത് ഒറിഗാനോ ഇല്ലെങ്കിൽ ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ നാട്ടിൽ ഇപ്പോൾ എല്ലാവർക്കും കിട്ടണമെന്നില്ലല്ലോ. അങ്ങനെ ഇല്ലെങ്കിൽ ഒഴിവാക്കാം. നിങ്ങൾക്ക് ഈ രാജ്മയ്ക്ക് പകരമായിട്ട് വേറെ പയറൊക്കെ വെച്ചുണ്ടാക്കാം കേട്ടോ. സോയാബീൻ വെച്ചിട്ടുണ്ടാക്കാം. അപ്പോൾ ഞാൻ ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നൊരു പരിവാണ് കേട്ടോ. അപ്പോഴാണ് ആ റോ ടേസ്റ്റൊക്കെ മാറിയെന്ന് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. ഉപ്പ് കുറവുണ്ട്, പക്ഷെ രാജ്മ ഇട്ടാലും അറിയാൻ പറ്റുള്ളൂ. രാജ്മയിൽ വെള്ളം ഉണ്ടല്ലോ. ഇനി അത് ഇതിൽ കിടന്ന് മിക്സ് ചെയ്ത് നമുക്ക് വറ്റിച്ചെടുക്കണം. പൊതുവേ പണ്ട് എനിക്ക് രാജ്മ ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു. ഇപ്പോൾ പക്ഷെ നല്ല ഇഷ്ടമാണ്. ഇനി അടച്ചൊന്നും വെക്കണ്ട, വറ്റിച്ചെടുക്കണേ. കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പൊന്ന് നോക്കട്ടെ. ഇത്ര വെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര വെള്ളം ഒഴിക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ കറി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഈ ഒരു പരിപാടിക്കുന്ന സമയത്ത് ഓഫ് ചെയ്യണം കേട്ടോ. കാരണം ഇത് തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ഇച്ചിരി ലിക്വിഡ് വേണം. അപ്പോഴാണ് നമുക്ക് ആ റാപ്പിൽ ഇങ്ങനെ പുരട്ടി എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ തനിയെ വിട്ട് ഇങ്ങനെ വീണ പോലെ ഉണ്ടാവും. അപ്പോൾ ചെറിയൊരു കുറച്ച് ഗ്രേവി ഉള്ള സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിടുക, അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ടാൽ മതി. മുളക് പൊടി ഇടണ്ട. അപ്പോൾ ഞാനൊന്ന് രുചിച്ച് നോക്കട്ടെ. എനിക്ക് എല്ലാം പെർഫെക്റ്റ് ആണ്. ചെറിയൊരു പുളിയും ഉപ്പും എരിവും ഒക്കെ ആയിട്ടുള്ളൊരു അടിപൊളി ഒരു സംഭവം. ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം എങ്ങനെയാണ് റാപ്പ് തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നമ്മുടെ രാജ്മ തണുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് കുറേ ചിലവായി കേട്ടോ. വീഡിയോ എടുക്കുമ്പോഴേക്കിനും ഇതിൻ്റെ പാതി ഭാഗം ഇവിടെ എൻ്റെ മക്കൾ കഴിച്ചു. അപ്പോൾ എങ്ങനെ ഇരിക്കണം ഇതിൻ്റെ കൺസിസ്റ്റൻസി? ഒരുപാട് വെള്ളമാവാൻ പാടില്ല, അതേസമയം ഒരുപാട് അങ്ങ് ഡ്രൈ ആവാനും പാടില്ല. നമുക്കതിലിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് അതിലിരിക്കണം, ഒട്ടിയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരുന്നില്ലെങ്കിലും ഒരു കയ്യിലിൻ്റെ ബാക്ക് സൈഡ് അല്ലാണ്ട് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് കൊണ്ട് ഒന്ന് നന്നായി ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ.
ഈ ഒരു പരുവം ടേസ്റ്റ് നോക്കാൻ മറക്കരുത്. പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമുക്ക് ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതിലോട്ട് അങ്ങ് പരട്ടി വെറുതെ റോൾ ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. അപ്പം ഞാനിവിടെ നമ്മുടെ കോസ്റ്റയിൽ കിട്ടുന്ന പോലെ തന്നെ ഗ്രീൻ കളറുള്ള ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ് സ്പിനാച്ചിന്റെ. അപ്പോൾ അത് നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതേസമയം നോർമൽ ചപ്പാത്തി വെച്ചിട്ടോ പൊറോട്ട വെച്ചിട്ടോ ഒക്കെ നമുക്കിത് ഇതേപോലെ ഇതിനുള്ളിൽ റോൾ ചെയ്യാം. അപ്പോൾ ഇതുപോലെ കുറച്ച് ഒരുപാട് എടുക്കണ്ട കേട്ടോ, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ഭാഗവും കവർ ചെയ്യുന്നില്ല, ഒരു ഭാഗം മാത്രമേ ഞാൻ കവർ ചെയ്യുന്നുള്ളൂ കേട്ടോ. കാരണം ഇത് ഉരുട്ടുന്ന സമയത്ത് ഒരുപാട് എണ്ണയിൽ ഓവറായിട്ട് അങ്ങ് പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഇതിൽ എടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചീസാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചീസാണോ അത് ഇട്ട് കൊടുക്കാം. ചീസ് ഇല്ലാണ്ട് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ പിള്ളേർക്കൊക്കെ ചീസ് ഇഷ്ടമായതുകൊണ്ട് ഞാനിവിടെ ചീസ് ഇടുന്നുണ്ട്. അതിൽ നമ്മൾ കോസ്റ്റയിൽ കിട്ടുമ്പോഴും ചീസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സെയിം ടേസ്റ്റ് തന്നെയാണ് സംഭവത്തിന്. ഇപ്പോൾ ഇത് ബ്രെഡിലും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്കൊരു സാൻഡ്വിച്ച് പോലെ റെഡിയാക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അല്ലെങ്കിൽ ഇത് കുറച്ച് ലൂസാക്കിയിട്ട് ചപ്പാത്തിയിൽ കൂടെ സാധാരണ കറി പോലെയും കഴിക്കാം. അങ്ങനെ യാതൊരുവിധ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കോളും. ഇതേപോലെ നമുക്കങ്ങ് ഞാൻ പറഞ്ഞില്ലേ കൂടുതലായി കഴിഞ്ഞാൽ ഇതിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് എങ്ങനെ ആവും. നല്ല ടൈറ്റായിട്ടങ്ങ് റോൾ ചെയ്യാം. അതിപ്പോൾ നമ്മൾ അടപ്പിൽ വെച്ചിട്ട് പാത്രത്തിൽ വെച്ച് ഗ്രില്ല് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. പക്ഷേ എന്തിനാ ഗ്രില്ല് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് ചീസ് മെൽറ്റ് ആയിട്ട് പെർഫെക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ മൊസറയിലൊക്കെ ഇങ്ങനെ വലിഞ്ഞു വരും. ഇത് വലിഞ്ഞൊന്നും വരില്ല, പക്ഷെ ടേസ്റ്റ് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഗ്രില്ല് ചെയ്യട്ടെ കേട്ടോ. നമുക്കതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഓവറാക്കി ഗ്രില്ല് ചെയ്യണ്ട, ജസ്റ്റ് അതൊന്ന് ചെറിയൊരു ഗോൾഡ് കളറായി കഴിഞ്ഞാൽ നമുക്കതങ്ങ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ഗ്രില്ലായിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഒരുപാടായി കഴിഞ്ഞാൽ അങ്ങനെ ക്രിസ്പി ആവും. ക്രിസ്പി ആയി കഴിഞ്ഞാൽ പിന്നെ ചൂടാറി കഴിഞ്ഞാൽ ഇവർക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടുമ്പോൾ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമുക്കത് എടുക്കാം. അടുത്തതും ഗ്രില്ല് ചെയ്തെടുക്കാം. ഇതാ മുറിച്ചു, ഫോട്ടോയിലെടുത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചൂടോടുകൂടി നമുക്ക് എന്താ പറയുക പാക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഇനി വെള്ളം അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട് ടിഫിൻ ബോക്സിലൊക്കെ. അപ്പോൾ നമുക്ക് ഒരു എപ്പോഴും റാപ്പ് ചെയ്യുമ്പോൾ എന്താ പറയുക ബട്ടർ പേപ്പർ വെച്ച് റാപ്പ് ചെയ്യണമെങ്കിൽ അധികം വെള്ളത്തിൻ്റെ ആ സ്റ്റീമിൻ്റെ വെള്ളം താഴെ വീഴാനുള്ള ചാൻസ് കുറവായിരിക്കും. അപ്പോൾ ഞാൻ നന്ദുവിന് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അതനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള പരിപാടി ഞാൻ നന്ദുവിന് കൊടുക്കട്ടെ. നന്ദുവിൻ്റെ പ്രിയപ്പെട്ട ബീൻ റാപ്പ് കോസ്റ്റ സ്റ്റൈൽ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാനും മാക്സിമം ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ പിക്ചേഴ്സ് സെൻഡ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. അതോ യുവർ ഫേവറേറ്റ് ബീൻ റാപ്പ് റെഡി. ചൂടുണ്ടോ നോക്കിയിട്ട് കഴിക്കണം. ചീസ് മെൽറ്റ് ചെയ്ത് സൂപ്പർ. അതെ നന്ദു ഇവിടെ സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല കെട്ടിയമാർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യണം അവർ മേക്ക് ഇറ്റ്. അപ്പോൾ ടാറ്റ ബൈ.